വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ അറ്റാക്ക് വന്ന് മരിച്ചു, അല്ലെങ്കിൽ ഓടുന്നിടയിൽ അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊക്കെ സാധാരണ കേൾക്കുന്നുണ്ട്. സാധാരണ പല ആളുകളും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ലിവർ ഫാറ്റ്, ഡയബറ്റിക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് കേട്ടിട്ട് പെട്ടെന്ന് പോയിട്ട് ജിമ്മിലോ അല്ലെങ്കിൽ ഓടാനോ തുടങ്ങും. അപ്പോൾ ജിമ്മിൽ പോകുന്ന സമയത്തൊക്കെ ട്രെയിനർമാർ ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പം പ്രശ്നങ്ങൾ ചോദിച്ചിട്ട് ഫസ്റ്റ് 2 ദിവസമൊക്കെ ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് കൊടുക്കും, അഥവാ ഇൻറ്റൻസിറ്റി പതുക്കെ കൊടുക്കും. 3-4 ദിവസം കഴിയുമ്പോൾ ഇവർ ഗ്രൂപ്പ് സെക്ഷനിലൊക്കെ ആടും. ഈ ഗ്രൂപ്പ് സെഷനിലൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പല ട്രെയിനേഴ്സും ഇവരെ ഡെയിലി ഞാൻ സ്മാർട്ടാണ് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റൻസിറ്റി വർക്കൗട്ടും അല്ലെങ്കിൽ വിയർക്കുന്നത് വരെ വർക്കൗട്ടും കൊടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇങ്ങനെ വരുന്ന ലിവർ ഫാറ്റ് അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ ഇതുവരെ വർക്കൗട്ട് ചെയ്യാത്ത ആളുകളുടെ ബ്ലഡ് സർക്കുലേഷന് പ്രോപ്പറായിട്ട് നടക്കില്ല. ഇവരുടെ രക്തക്കൊഴിൻ്റെ ഉള്ളിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഇതിന് കാരണം ഇതുവരെ ഒരു വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും പിന്നെ പ്രോപ്പർ സ്ലീപ്പും കാര്യങ്ങളും ഇല്ലാതെ സ്ട്രെസ്സൊക്കെ കൂടിയത് കൊണ്ട് ഇവിടെ രക്തക്കുഴലിൻ്റെ ഉള്ളിലുണ്ടാവുന്ന എൻഡോത്തീലിയം ലെയർ ഡാമേജ് ആയിട്ട് അതിനുള്ളിൽ LDL-ഉം അതുപോലെ മാക്രോഫാജസും അതുപോലെ വൈറ്റമിൻ സിയും മറ്റുള്ള കൊളാജിനൊക്കെ ചേർന്നിട്ട് ഒരു ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ഇത് ഇവരുടെ ബ്ലഡ് സർക്കുലേഷനെ ബ്ലോക്ക് ആക്കും. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് കൊടുക്കുമ്പോൾ, കാഠിന്യമേറിയ വർക്കൗട്ട് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ കിഡ്നിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നും ഒരു സ്ട്രെസ് ഹോർമോണായ എഫിനെഫ്രിൻ, ന്യൂറോ എഫിനെഫ്രിൻ ഒക്കെ റിലീസ് ചെയ്യും. ഇത് രണ്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, നമ്മുടെ BP കൂട്ടും. അപ്പോൾ ഈ കൂട്ടുന്ന സമയത്ത് ഈ ഭാഗത്ത്, അഥവാ ഈ ബ്ലോക്കേജ് ഉള്ള ഭാഗത്ത് അവിടെ കൂടുതലും സ്ട്രെസ് കൂട്ടും. കാരണം അത്രയും സ്പീഡിലായിരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ആ ഏരിയയിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ആ ഏരിയയിൽ സ്ട്രെസ് കൂടുന്ന അടിസ്ഥാനത്തിൽ അത് ഡാമേജ് ആവും. അഥവാ നമ്മൾ ഒരു മുഖക്കുരു പൊട്ടുന്നത് പോലെ അത് പൊട്ടും. അത് പൊട്ടുമ്പോൾ അവിടെ ബ്ലീഡിങ്ങും മറ്റുള്ള കാര്യങ്ങളും അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ബ്ലഡിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലുണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റുകൾ അത് അടക്കാൻ ശ്രമിക്കും, അതിനെ കട്ട പിടിക്കാൻ ശ്രമിക്കും. രക്തം കട്ട പിടിച്ച ആ ഭാഗം ലീക്കേജ് മാറ്റാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ബ്ലഡിലുണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റുകൾ പോയിട്ട് അവിടെ പോയി കട്ട പിടിക്കും. അപ്പോൾ ഈ കട്ട പിടിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് കൂടുതലും ബ്ലോക്കേജ് വരും. അപ്പോൾ തീരെ നമ്മുടെ ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും മസിൽസിലേക്കും ഒന്നും ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ചില ആളുകളിൽ നമ്മൾ ഈ ഡാമേജ് വരില്ല, അഥവാ ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയ ഭാഗം ഡാമേജ് വരില്ല, പക്ഷേ ആ ഭാഗത്ത് ചെറിയ സ്പേസ് മാത്രമേ ബ്ലഡിന് പോകാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് ഓവർ സ്ട്രെസ് വരും. കാരണം ആ ഭാഗത്ത് കൂടെ ബ്ലഡിന് പ്രോപ്പറായിട്ട് ഒഴുകി പോകാൻ പറ്റാത്തത് കൊണ്ട് ബോഡി സ്ട്രെസ് വന്നിട്ടും നമുക്ക് അറ്റാക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതിന് നമുക്ക് ഫസ്റ്റ് ചെസ്റ്റ് പെയിനും കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ ഓരോ വ്യക്തിനോട് ചോദിച്ചിട്ട് വേണം അദ്ദേഹത്തിനോട് വർക്കൗട്ടും കാര്യങ്ങളും കൊടുക്കാൻ. ഇവൻ 10 വർഷങ്ങളോളം എൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്യുന്ന ആളോട് ഞാൻ എപ്പോഴും ചോദിക്കും, ഓരോ സെറ്റ് കഴിയുമ്പോൾ എത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എത്ര വെയിറ്റാണ് നിങ്ങൾക്ക് ഇടേണ്ടത്, ഞാൻ അങ്ങോട്ടാണ് ശ്രദ്ധിക്കാറ്. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ അവർക്ക് വെയിറ്റ് കൊടുക്കാറ്, അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ വർക്കൗട്ടും വെയിറ്റും കൊടുക്കാറ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി കണ്ടീഷനും ഇൻറ്റേർണൽ ഫംഗ്ഷനൊക്കെ നോക്കിയിട്ട് മാത്രം വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോങ് ലൈഫിൽ വർക്കൗട്ട് ചെയ്യാനും ജീവിതം മുന്നോട്ട് പോകാനും സാധിക്കും.